ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേര ഫാമിലി. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ ഞങ്ങൾ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവാണ്. ഉപ്പ അല്ലയിലാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പം മുന്നേ ഞാൻ വന്നിട്ടുള്ള സമയത്തും ഉപ്പാൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ആ സമയത്ത് ഉപ്പ അബുദാബിയിലായിരുന്നു. ഇപ്പോൾ അല്ലയിലാണ്. ഉപ്പാക്ക് അറബി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന പണിയാണ്. വീട്ടിലെന്ന് പറയാൻ പറ്റില്ല, അറബി എവിടെല്ലാം പോകുന്നു അവിടെല്ലാം പോയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. ഉപ്പാൻ്റെ അറബി ഇങ്ങനെ ഒട്ടകത്തിൻ്റെ റേസൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉപ്പ അബുദാബിയിൽ പ്രോപ്പറായിട്ട് അല്ലയിലാണ്, അല്ലെങ്കിൽ അബുദാബി, അതേപോലെ തന്നെ ദുബായ്, സൗദിയിലൊക്കെ പോക്കുണ്ട്. അപ്പം ഞാൻ കാണാൻ തുടങ്ങുന്നത് മുതൽ ഉപ്പ അതേപോലെ പ്രവാസിയാണ്. ഉമ്മ പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞ പാട് പോയതാണ്. 20 വയസ്സായപ്പോഴൊക്കെ ഉപ്പാൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഉപ്പാക്ക് 5 പെൺമക്കളാണ്. ദിവസമില്ല. രണ്ടാമത്താണ് ഞാൻ. ഇപ്പോൾ ഒന്നാമത്തതാണ്. ആദ്യം രണ്ടാമത്തായിരുന്നു. എനിക്ക് ഇത്തുണ്ടായിരുന്നു. ഇത്ത മരിച്ചിട്ട് 15 വർഷമായി. ബാക്കി ഞാൻ വഴിയെ പറയാം. ഇവിടെ ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് ഉപ്പനെ കാണാൻ പോകുക. ഒരാൾ ഉറക്ക് നേരത്തെ ഇറങ്ങിയാണ് ഞങ്ങൾ രാവിലെ. അപ്പോൾ ഉറക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉറങ്ങിയതായിരുന്നു വണ്ടി കിടന്നിട്ട്. അങ്ങനെ പോകുന്ന വഴി പമ്പിൽ കയറി. അപ്പം ഞങ്ങൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ അവർ രണ്ടാളും വാഷ്റൂമിൽ പോയി. ഞങ്ങൾ കുറച്ച് സമയം ആടെയിരുന്നു. അപ്പോഴേക്ക് അവർ വാഷ്റൂമിൽ പോയി. അപ്പോൾ വാഷ്റൂം പോയി വരുന്ന വഴി അവർ ഷോപ്പിൽ കയറിയിട്ട് കുറിക്കാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ അതേ ആ കാണുന്ന അല്ലൈമല നമ്മളെ ടൗൺ പോലെയല്ല. ഷോപ്പുകളൊക്കെ കുറവാണ്. വീടുകൾ, ഷോപ്പുകളെല്ലാം കുറവാണ്. മരങ്ങളും തന്നെ ഏകദേശം കുറേ കുറവാണ്. ചില ഭാഗത്ത് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തൈകളുണ്ട്. അതേപോലെ വലിയ വലിയ മരങ്ങളുണ്ട്. ചില ഭാഗത്താണെങ്കിൽ വെയിൽ കൊണ്ടിട്ട് മരങ്ങൾ ഉണങ്ങി നിൽക്കുന്നതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല മനോഹരമായ വ്യൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും വലിപ്പമുണ്ട് ഈ മല. ഞങ്ങൾ മുന്നേ വർഷം ഇവിടെ വന്നപ്പോൾ അല്ലൈമല കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇനി അതിനുള്ള ടൈം ഉണ്ടാവില്ല. പിന്നെ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോൾക്ക് ആ 2-2:30 ആ സമയത്ത് ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഈ ടൈം നല്ല വെയിലാണ്. അതേപോലെ തന്നെ നല്ല പൊടിക്കാറ്റുണ്ട് ഈ മരുഭൂമി പോലെയുള്ള പ്രദേശത്തൊക്കെ. ഇപ്പോൾ ഉപ്പാക്കിപ്പം 53 വയസ്സായി. ഉപ്പാനോട് എപ്പോഴും പറയും മതിയാക്കി, ഇനി മതി, നാട്ടിലേക്ക് പോരുമെന്ന്. ഉപ്പ പറയും ഞാൻ ഒഴിവാക്കി വന്നിട്ട് എന്ത് ചെയ്യാനാ, നാട്ടിലെന്തെങ്കിലും ഒരു വരുമാനത്തിനുള്ള വഴി ഉണ്ടാക്കിയിട്ട് വരാമെന്ന്. അപ്പോൾ ആ കാലത്ത് തന്നെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് ഉപ്പാക്ക് നാട്ടിൽ ജോലിയൊന്നും വലിയ വശമില്ല. അപ്പോൾ ഇനി ഉപ്പാൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് വിചാരിച്ചു. സങ്കടം വരും എന്തായാലും. കാരണം കുറേ കാലമായില്ല ഉപ്പ കഷ്ടപ്പെടുന്നു. ഉപ്പാക്ക് വേണ്ടി കഷ്ടപ്പെടാനൊരു ആൺകുട്ടിയെ പോലും പഠിച്ചോൻ കൊടുത്തില്ലല്ലോ, അങ്ങനെ ഒരു സങ്കടം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന് ഉപ്പാക്ക് 4 മരുമക്കളുണ്ട്. അവരും പൊന്നു പോലെ ഉപ്പാനും ഉമ്മാനെയും നോക്കും. അപ്പോൾ അതേ നമ്മൾ ഉപ്പാൻ്റെ ജോലി സ്ഥലത്തേക്ക് എത്തിക്കണം. അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ ഞങ്ങളുടെ ഉപ്പാൻ്റെ അടുത്ത് എത്തിക്കണം. ഇതേ ഉപ്പ നിൽക്കുന്ന ഏരിയയാണ്. പുറത്തിറങ്ങി നോക്കിയപ്പോഴല്ലേ അവിടുത്തെ അവസ്ഥ അറിയുന്നു. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പൊടിക്കാറ്റടിച്ചിട്ട് ഭയങ്കര വെയിലും
അപ്പോൾ അതേ നമ്മളുപ്പ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഉപ്പാനെങ്ങനെ ക്യാമറയുടെ മുന്നിലൊന്നും കിട്ടൂല. ഞങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കഴിക്കാൻ ഫ്രണ്ടും മക്കളും കൂടെ ഒട്ടകത്തിനെ കാണാൻ അങ്ങോട്ട് പോയേ. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാട്ടോ ഒട്ടകത്തിനെ കാണുന്നത്. ഞങ്ങൾ പിന്നെ മുന്നേ കണ്ടിട്ടുണ്ട്. അവർ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒട്ടക റേസിനെ കൊണ്ടുവന്നതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ കാറ്റടിച്ചിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല, കാറ്റടിച്ചിട്ട് കണ്ണിലേക്ക് പൊടി പാറിയിട്ട് കണ്ണ് നേർക്ക് തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉപ്പാൻ്റെ റൂമിലേക്ക് പോയി. ഉപ്പ ഞങ്ങൾ വന്നപ്പോഴേക്ക് ഫുഡൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉപ്പാൻ്റെ റൂം കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ റൂമിൽ തന്നെ കേട്ടോ ഉപ്പ കിടക്കുന്നതും ഉപ്പാൻ്റെ ജോലി സംബന്ധമായ സാധനങ്ങളൊക്കെ വെക്കുന്നതും ഫ്രിഡ്ജും എല്ലാം ഇതിലാണ്. അപ്പോൾ അതെ ഈ കട്ടിലാണ് എൻ്റെ ഉപ്പ കിടക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയിൽ ഇവിടെ ഭയങ്കരമായിട്ട് ചോർച്ച ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഉപ്പ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഭയങ്കരമായിട്ട് ഈച്ച ശല്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണെന്നാണ് പറഞ്ഞ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് ഈച്ച ഉണ്ടാവും. അപ്പോൾ അതാണ് ഉപ്പാടെ റൂം. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒന്ന് കിച്ചൺ, ഒന്ന് വാഷ്റൂം. ഇവിടെ നല്ല 2 മുരിങ്ങാമരമുണ്ട് കേട്ടോ. ഇതിമ്മ അത്യാവശ്യം മുരിങ്ങക്കായ ഉണ്ട്. വേറൊരു ചെറിയ മരം ഉണ്ടായി, അതിമ്മ ഒരുപാട് മുരിങ്ങക്കായ ഉണ്ട്. അതേ ആ കാണുന്ന അവിടെ മോനും ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടും കൂടെ മുരിങ്ങക്കായ പൊട്ടിക്കാൻ പോയതാണ്. ബാക്കിയുള്ളവർ നിസ്കരിക്കാൻ പോയി. എന്നെ ഉപ്പ വിളിച്ചപ്പം മോനെ അവിടുന്ന് ഓടി വന്നതാണ്. മുരിങ്ങക്കായ പൊട്ടിക്കാൻ പോയി കൊടുത്തുനിന്ന്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ നിസ്കാരം കഴിഞ്ഞ് ഉപ്പാടെ യാത്ര പറഞ്ഞ് തിരിച്ച് പോന്നു. എന്തോ മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം, എന്തോ മിസ്സായ പോലെ ഒരു ഫീല്. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇത്ര ഈ കഠിനമായ വെയിലത്തും ഇങ്ങനെയെല്ലാം പണി ചെയ്തിട്ടല്ലോ ഞങ്ങൾ 5 ആളെ നോക്കി. ആദ്യമൊരു വീട് വെച്ച് മാറി, തിരിച്ച് തറവാടിൻ്റെ അടുത്തൊക്കെ തന്നെ വേറൊരു വീട് വെച്ച് മാറി. ഇതിനൊക്കെ ഇടയിൽ ഞങ്ങൾ 5 ആളെ നല്ല നിലക്ക് കെട്ടിച്ച് വിട്ട്, പിന്നെ സ്ഥലം എടുത്ത്, ഇതൊക്കെ ഈ ഒരു ജോലി ചെയ്തിട്ടാണല്ലോ. ഇങ്ങനെ ഒരുപാട് ഉപ്പമാരുണ്ടാവും, ഇതിലും കഠിനമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും. എല്ലാവരും അവസ്ഥ ഒന്ന് തന്നെ. എല്ലാ ഉപ്പമാർക്കും ആരോഗ്യവും ദീർഘായുസ്സും അവരെ ജോലിയിൽ ബർക്കത്തും നൽകണേ റബ്ബേ. കുറേ അല്ലേന്ന് പോകുന്ന കുറേ കഴിഞ്ഞ ശേഷം ഒരു സ്ഥലം കണ്ടത്, നല്ല ഭംഗി കാണാൻ. ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അവിടെ കുറേ മരങ്ങളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴ പെയ്ത സമയത്ത് പച്ചപ്പ് വന്നതാണെന്നാണ് പറഞ്ഞ്. ഇവിടെയൊക്കെ പറ്റ ഉണങ്ങി ഒരു ഏരിയ ആയിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് സ്ഥലത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെ ഒരാൾ നല്ല ഉറക്കമാണ്, മറ്റാളൊരു ഉറക്ക് കഴിഞ്ഞ് കാഴ്ചകൾ കണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കണ്ട മരങ്ങൾ വരി വരിയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ അബുദാബിയിലൊന്നും ഇത്രയും ഈത്തപ്പഴം മരം നിൽക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അല്ല, എനിക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് കണ്ടത്. ഒരുപാട് ഈത്തപ്പഴം മരമുണ്ട് റോഡിൻ്റെ സൈഡിലും. അതേപോലെ ഉപ്പാൻ്റെ അടുത്ത് പോയപ്പോൾ ഉപ്പാൻ്റെ റൂമിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ഈത്തപ്പഴം മരത്തിൻ്റെ തോട്ടമൊക്കെ കണ്ടത് ഇവിടെ നിന്നാണ്. അബുദാബിയിലുണ്ട്, പക്ഷേ ഇതുപോലെ കണ്ടില്ല. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അത് ഇപ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വെയിലിനൊരു കുറവുമില്ല. വൈകുന്നേരമായപ്പോഴും നല്ല ചൂട് തന്നെ. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയി കോഫിയും പഴംപൊരിയെല്ലാം കഴിച്ച് പിന്നെ റൂമിലേക്ക് വന്നത്. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ ഉപ്പ കുറച്ച് സാധനമെല്ലാം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇതേ മുരിങ്ങക്കായി അവിടുന്ന് പൊട്ടിച്ചത്, പിന്നെ കുറച്ച് ഒട്ടകത്തിൻ്റെ ഇറച്ചി,
പിന്നെ ഈത്തപ്പഴം, പിന്നെ ഇതേപോലെ എന്തോ മെറിൻഡ ഡ്യൂ അങ്ങനത്തെ എല്ലോ സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ ബൈ.